സെന്റ് ഒസ്താത്യോസ് ലീബ യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് പള്ളിയുടെ കൂദാശയും മോർ ഒസ്താത്യോസ് ലീബ ബാവായുടെ 95ാമത് ഓർമ്മ പെരുന്നാളും വചന പ്രഘോഷണവും ഞായറാഴ്ച നടത്തി. എറണാകുളം സെമിത്തേരി മുക്കിൽ പവർ ഹൗസ് റോഡിൽ നവീകരിച്ച സെന്റ് ഒസ്താത്യോസ് ലീബ യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് പള്ളിയുടെ കൂദാശയ്ക്കെത്തിയ ഡോക്ടർ കുര്യാക്കോസ് മാർ തെയോഫേലിയോസ് മെത്രാപ്പോലിത്തായെ വികാരി ഫാദർ പോൾസൺ കീരിക്കാട്ടിൽ, ട്രസ്റ്റി പി കെ ജിജു, സെക്രട്ടറി പി പി ഷാജു എന്നിവരും വിശ്വാസികളും ചേർന്ന് സ്വീകരിച്ചു. മെത്രാപ്പോലിത്ത വലിയ വിളക്കിൽ തിരി തെളിയിച്ചു. തുടർന്ന് കൂദാശ സൂചകൾ നടത്തി. പള്ളിയുടെ പ്രധാന കവാടവും വിശുദ്ധ മദ്ബഹായും ആശീർവദിച്ചു. മദ്ബഹായിൽ സ്ലീബ ആഘോഷവും നടത്തി. മാർ തെയോഫിലിയോസ് മെത്രാപ്പോലിത്ത വിശുദ്ധ കുർബാന അർപ്പിച്ചു. തുടർന്ന് പരിശുദ്ധ മോർ ഒസ്താത്യോസ് ലീബ ബാവ അനുസ്മരണ പ്രഭാഷണം നടത്തി. അതിനോട് ചേർന്ന് നിന്ന് ആരാധന നടത്തി ഇവിടെ വന്ന് താമസിക്കുമ്പോൾ ഇതുപോലെ മനോഹരമായ ഒരു ക്രമീകരണം ചെയ്ത് ഇന്ന് ഇവിടെ ഈ ആരാധന ആരംഭിക്കുകയാണ്. കൂടുതൽ മുഖവരിയില്ലാതെ നമുക്കിപ്പോൾ ഇതിന്റെ കൂദാശ നിർവഹിക്കാം. ചെറിയ ഒരു സംവിധാനമാണെങ്കിലും വളരെ മനോഹരമായി ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇതിന് നേതൃത്വം കൊടുത്തവരെയും ചെറുതും വലുതുമായി ഇതിൽ സഹകരിച്ചവരെയും ആരാധനയ്ക്കായി ഇവിടെ വരുന്ന എല്ലാ ദൈവമക്കളെയും നമ്മുടെ കാവൽ പിതാവായ പരിശുദ്ധനായ ശ്രീ മോർ ഒസ്താത്യോസ് ബാവ നേർച്ച വിതരണം ഉണ്ടായിരുന്നു. കുന്നംകുളം ആർത്താർ സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധനായ സെന്റ് ഒസ്താത്യോസ് ലീബ ബാവായുടെ നാമധേയത്തിലാണ് നവീകരിച്ച പള്ളി കൂദാശ ചെയ്തത്. വൈകിട്ട് 6-ന് കുന്നംകുളം ചാരിറ്റബിൾ സൊസൈറ്റി ഹാളിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വികാരി ഫാദർ പോൾസൺ കീരിക്കാട്ടിൽ, വൈദികരായ ഫാദർ ഡിൽജോ എലിയാസ് കൂരൻ, ഫാദർ വർഗീസ് മുണ്ടക്കൽ, ഫാദർ സാംസൺ മേലത്ത്, ഫാദർ ബേസിൽ എബ്രഹാം എന്നിവർ സഹകാർമ്മികരായി. ഗാനസൂക്ഷിയും തുടർന്ന് നടന്ന സുവിശേഷ യോഗത്തിൽ ഫാദർ ഷാജി തോമസ് ചാത്തന്നൂർ വചന പ്രഘോഷണം നടത്തി. സ്നേഹവിരുന്നും ഉണ്ടായി. യോഗത്തിന് ട്രസ്റ്റി പി കെ ജിജു സ്വാഗതവും സെക്രട്ടറി പി പി ഷാജു നന്ദിയും പറഞ്ഞു. സ്നേഹവിരുന്നും നടത്തി. നൂറുകണക്കിന് വിശ്വാസികൾ യോഗത്തിൽ പങ്കെടുത്തു. വികാരി ഫാദർ പോൾസൺ കീരിക്കാട്ടിൽ, ട്രസ്റ്റി പി കെ ജിജു, സെക്രട്ടറി പി പി ഷാജു എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകി.